ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മഞ്ഞും മലകളും താഴ്വാരങ്ങളും കടലും കായലും പുഴകളും തടാകങ്ങളും ഇത്ര പ്രകൃതിരമണീയമായ മറ്റൊരു നാട് ലോകത്തിൽ വേറൊരിടത്തും കാണുവാൻ സാധിക്കത്തില്ല. നമ്മുടെ ഈ പ്രകൃതി ഭംഗി ഒന്ന് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ ധാരാളം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. വിദേശികളുടെ ഒഴുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മുടെ ഒരു കുട്ടികളും ഒരു തൊഴിൽ തേടി മറ്റ് നാടുകളിലേക്ക് സായിപ്പന്മാരുടെ അരികിലേക്ക് പോകേണ്ട കാര്യമില്ല. പലപ്പോഴും ഇങ്ങനെ പോകുന്നവരൊക്കെ നാട്ടിൽ വരുമ്പം വലിയ സംഭവങ്ങളായിട്ട് ഇങ്ങോട്ട് വരുമെങ്കിലും അവർ അവിടെ അനുഭവിക്കുന്ന അവഗണനയും അപമാനവും പലപ്പോഴും പലർക്കും അറിയത്തില്ല. നിങ്ങളുടെയൊക്കെ സ്വന്തക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രഹസ്യമായിട്ടെന്ന് പറഞ്ഞതൊക്കെ ചിലരൊക്കെ പറയും, അവിടെ ചെല്ലുമ്പം സായിപ്പന്മാർ നമ്മളെ ഒരു പുച്ഛ മനോഭാവത്തോടുകൂടിയാണ് കാണുന്നത്, ഒരു സംസ്കാരമില്ലാത്തൊരു സമൂഹം എന്നൊരു കാഴ്ചപ്പാടാണ് പലപ്പോഴും അവർ നമ്മളോട് വെച്ച് പുലർത്തുന്നത്. നമ്മളെ ഒരു 5 അടി അകലത്തിൽ നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, അങ്ങോട്ട് മാറി നിൽക്കേ, നിന്നെ വിയർപ്പ് മണക്കുന്നു എന്ന്. ശരിയാണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിന് വിയർപ്പിൻ്റെ മണം ഇച്ചിരി കൂടുതലാണ്. അതിന് കാരണം 1498 വാസ്കോഡി ഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ കൊണ്ടുവന്നൊരു സംഗതിയാണ് ഈ ചുമന്ന മുളക്, വത്തൽമുളക്. അത് പിന്നെ ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഈ മുളക് കഴിച്ചാൽ നമ്മുടെ വിയർപ്പിനൊരു കൂടുതൽ മണമുണ്ടാകും. സായിപ്പന്മാർ മുളക് കഴിക്കാറില്ല. അവർ എരിവിന് ഇഞ്ചിയും കുരുമുളകുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അന്നേരം തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെയാണ് ഉള്ള അവഗണനയൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ അവിടെ പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നത്. ഈ വിദേശികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സഞ്ചാരപ്രിയരാണ്. അവർ ഒരിക്കലും കൂടുതലായിട്ട് ഒന്നും സമ്പാദിച്ചു വെക്കാറില്ല, വരും തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കാറില്ല. അവർക്ക് കിട്ടുന്നത് അടിച്ചു പൊളിച്ച് അവർ ജീവിക്കും. നമുക്കറിയാം, ഒരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിദേശത്തൊക്കെ എല്ലാ റോഡുകളിലും ഭയങ്കര തിരക്കാണ്. കാരണം എല്ലാവരും ഔട്ടിങ്ങിന് പോവുകയാണ്. ആ 5 ദിവസം ജോലി ചെയ്തത് മുഴുവൻ അടിച്ചു പൊളിച്ച് തീർത്തിട്ട് തിങ്കളാഴ്ച empty പോക്കറ്റുമായിട്ടായിരിക്കും വന്ന് ജോലിക്ക് കയറുന്നത്. അതുപോലെ തന്നെ വർഷത്തിൽ അവരിൽ ഒരു 90% ആൾക്കാരും വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുവാൻ പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. ഈ വിദേശികൾ ഒരു ഡെസ്റ്റിനേഷൻ എടുക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന 2 സംഗതികളാണ് ശുചിത്വവും സുരക്ഷിതത്വവും. പലപ്പോഴും ഇത് നൽകുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഇത്രയും ലോകത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായി, അതുപോലെ ഈ 365 ദിവസവും താമസിക്കാൻ പറ്റുന്ന ക്ലൈമറ്റുമുള്ള നമ്മുടെ നാട്ടിലേക്ക് വിദേശികൾ എത്തപ്പെടാതിരിക്കുന്നത്. കാരണം നമ്മളെ വഴി തുപ്പുക, വഴി വേസ്റ്റ് വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും മുൻപന്തിൽ നിൽക്കുന്ന ഒരു രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും നമ്മളുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ഈ വിദേശ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ സംസ്കാരത്തെപ്പറ്റി നമ്മുടെ പറ്റിയൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് പലപ്പോഴും മാധ്യമങ്ങളും അവർക്ക് കൊടുക്കുന്നത്. എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തെ ഇന്ത്യയുടെ അത്രയും പാരമ്പര്യമുള്ള പൈതൃകമുള്ള മറ്റൊരു രാജ്യവും ലോകത്ത് ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും ഉണ്ടായിട്ടും നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. അമേരിക്ക ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും. ഇവിടെ മാറേണ്ടത്, നമ്മൾ പലപ്പോഴും ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുവാൻ താല്പര്യം കാണിക്കുന്നു, ഭരണാധികാരികളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന്. ഇവിടെ ഏത് പക്ഷം ഭരിച്ചാലും
നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നാം മാറുമ്പം നമ്മുടെ കുടുംബം മാറും, കുടുംബം മാറുമ്പം നാട് മാറും, നാട് മാറുമ്പോൾ സമൂഹം മാറും, സമൂഹം മാറുമ്പം രാജ്യം മാറും. അന്നേരം മാറ്റങ്ങൾ ഓരോരുത്തരിൽ നിന്നും തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഒരു 5 വയസ്സുകാരൻ പയ്യൻ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുകയാണ്. ഈ പയ്യൻ്റെ ശല്യം സഹിക്കാതെ നിന്നപ്പോൾ അവസാനം ഈ പയ്യനെ മര്യാദയ്ക്കിരുത്താൻ വേണ്ടി അപ്പൻ ഒരു ഉപാധി കണ്ടുപിടിച്ചു. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പടം പല പീസാക്കി വലിച്ചു കീറിയിട്ടെ ഈ മോന് കൊടുത്തിട്ട് പറഞ്ഞു, എടാ നീ ഇത് കൃത്യമായിട്ട് ഒട്ടിച്ച് തരികയാണെങ്കിൽ, ഈ പഴയപടി തന്നെ കൃത്യമായി ഒട്ടിച്ച് തരികയാണെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ കൊച്ചിന് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൻ്റെ ജോലിയിലേക്ക് മുഴുകി. അപ്പനോർത്ത് ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ ഇവൻ ഇതും കൊണ്ടിരുന്നോളും, ഒരിക്കലും ഇത് തിരിച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതായിരുന്നു അപ്പൻ ധരിച്ചിരുന്നത്. പക്ഷെങ്കിൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ആ ഭൂലോകത്തിൻ്റെ പടം കൃത്യമായി ഒട്ടിച്ചുകൊണ്ട് കൊടുത്തത് അപ്പനോട് പറഞ്ഞു, അപ്പം ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പൻ ആശ്ചര്യപ്പെട്ടു പോയി. ഇതെങ്ങനെ സംഘടിപ്പിച്ചടാ, നീ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ഉടനെ ഈ പയ്യൻ പറഞ്ഞു, അപ്പാ ഈ ഭൂലോകത്തിൻ്റെ മറുസൈഡിൽ ഒരു മനുഷ്യൻ്റെ തലയുണ്ടായിരുന്നു. ഞാൻ ഈ മനുഷ്യൻ്റെ തല ശരിയാക്കി കഴിഞ്ഞപ്പം മറുസൈഡിൽ ഭൂലോകവും ശരിയായി. അന്നേരം തീർച്ചയായിട്ടും നമ്മൾ മാറുമ്പം നമ്മുടെ ലോകം മാറും, നമ്മുടെ നാടും മാറും എന്ന കാര്യം ഓർത്തിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായി, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തർക്കും നമ്മളെക്കാട്ടിലും കഴിവുകളുണ്ടായി. പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം നമ്മൾ വലിയ കഴിവുള്ളവരെ, മറ്റുള്ളവരൊക്കെ വെറും അശുക്കൾ എന്ന്. അതല്ല, എല്ലാവരിലും വ്യത്യസ്തമായ പല പല കഴിവുകളുമുണ്ട്. നമ്മളൊരു മേഖലയിൽ കഴിവുള്ളവരായിരിക്കാം, എന്നാൽ മറ്റൊരു മേഖലയിൽ നമ്മൾ വെറും കഴുകത്ത് കെട്ടവരായിരിക്കാം. ആ മേഖലയിലായിരിക്കും മറ്റൊരുവന് കഴിവുള്ളത്. അന്നേരം എല്ലാവരിലും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട്. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനുണ്ട്, രാജേഷ്. പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല. രണ്ടും എത്രയെന്ന് വെച്ചാൽ രാജേഷിന് അറിയത്തില്ല. അത് 2 4 എന്നാൽ എനിക്കറിയാം, ഞാൻ വലിയ പുള്ളിയല്ലേ. പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷേ ഞാൻ പറയും, എന്നെക്കാട്ടിലും കഴിവുള്ളവനാണ് രാജേഷ്. എത്ര വലിയ മരത്തിന് കയറണലും, എത്ര വലിയ കൊന്നത്തെങ്ങിനെ മണ്ട കയറണമെങ്കിലും 2 മിനിറ്റ് കൊണ്ട് രാജേഷ് കയറും. 1 കോടി രൂപ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുമോ? സാധിക്കത്തില്ല. അന്നേരം അവിടെ ആ കാര്യത്തിൽ രാജേഷ് എന്നെക്കാട്ടിലും മിടുക്കനാണ്. ഒരുപക്ഷേ നിങ്ങളൊക്കെ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചു കാണാം, ഈയിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കോട്ടയം ഏറ്റുമാനൂരുണ്ടായ സംഭവം. ഒരു കോളേജ് പ്രൊഫസർ, ഒരു VIP കോളേജിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും റിട്ടയർഡ് കോളേജ് പ്രൊഫസർ, മക്കളെല്ലാം ഉന്നത തലത്തിലുള്ള ജോലി. വീടിൻ്റെ മുറ്റത്ത് 2 തെങ്ങ് നിൽപ്പുണ്ട്. ഈ തെങ്ങ് കയറാൻ വേണ്ടി ഉള്ള ഒരു മെഷീൻ അദ്ദേഹം വാങ്ങിച്ചു. ആ മെഷീൻ ഉപയോഗിച്ച് അദ്ദേഹം ആ തെങ്ങിൻ്റെ മണ്ടയിൽ, ഒരു കൊന്നത്തെങ്ങായിരുന്നു, തെങ്ങിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ മെഷീൻ എന്തോ ഒരു ട്രബിള്. അദ്ദേഹം അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ മെഷീൻ അങ്ങ് തലകീഴായിട്ട് മറിഞ്ഞു. ഈ പ്രൊഫസറുടെ ഒരു കാല് മെഷീൻ്റെ അകത്തും ഒരു കാല് പുറത്തുമായിട്ടും ഈ തെങ്ങിൻ്റെ മണ്ടയിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ, ആ കോളനിയിൽ ഇഷ്ടംപോലെ VIP താമസിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ബഹളം വെച്ച് കരച്ചിലും ഫയർഫോഴ്സിനെ വിളിക്കുന്നു, പോലീസിനെ വിളിക്കുന്നു. ഭാര്യയും മക്കളും എല്ലാം നെഞ്ചത്തടിച്ച് കരയാണ്. അപ്പോൾ ആ സമീപ പ്രദേശത്തൂടെ കടന്നുപോയ 2 ബീഹാറി ചെറുപ്പക്കാർ പെട്ടെന്ന് ഓടി വന്ന്, അവരോടൊക്കെ പലപ്പോഴും നമ്മുടെ സമീപനം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. പക്ഷേ അവർ ഈ കാഴ്ച കണ്ടിട്ട് ഓടി വന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ തെങ്ങിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറി ഫയർഫോഴ്സ് വരുന്നവരെ തൻ്റെ ഷോൾഡറിൽ ആ സാറിനെ താങ്ങി പിടിച്ചുകൊണ്ട് നിന്നു. ഇത് വിലമതിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? അല്ലെങ്കിൽ ആരെക്കൊണ്ട് സാധിക്കും? ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു, ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു.
Stay with God. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ എന്തൊക്കെയൊക്കെ നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ പുള്ളികൾ എന്നാണ്. ഇങ്ങനെ ഒരു ഭാവമുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ഈ പണ്ഡിതനൊരിക്കൽ ഒരു വള്ളത്തെ കയറി. അദ്ദേഹം എവിടെ ചെന്ന് കഴിഞ്ഞാലും മറ്റുള്ളവരെ കൊച്ചാക്കുക, താൻ കേമൻ, മറ്റുള്ളവരെല്ലാം മോശക്കാരെ, വിവരമില്ലാത്തവരെ, വിദ്യാഭ്യാസമില്ലാത്തവരെ എന്ന ഒരു കാഴ്ചപ്പാടോട് വെച്ച് പുലർത്തുന്നവരായിരുന്നു എന്ന ആളായിരുന്നു ഈ പണ്ഡിതൻ. അന്നേരം ഈ വള്ളക്കാരനോട് ചോദിച്ചു, വള്ളക്കാര തനിക്ക് കെമിസ്ട്രിയെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ചു. അന്നേരം വള്ളക്കാരൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് കെമിസ്ട്രിയെ പറ്റി ഒന്നും അറിയത്തില്ല. കെമിസ്ട്രി അറിയത്തില്ലേ, തൻ്റെ ജീവിതം 25% വേസ്റ്റായി പോയല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ചോദിച്ചു, തനിക്ക് ഫിസിക്സിനെ പറ്റി എന്തറിയാം? അങ്ങനെ എനിക്ക് ഫിസിക്സിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഫിസിക്സും അറിയത്തില്ലേ, തൻ്റെ ജീവിതം 50% വേസ്റ്റായി പോയല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, തനിക്ക് കണക്കിനെ പറ്റി, മാത്സിനെ പറ്റിയൊക്കെ അറിയാമായിരിക്കുമല്ലോ, താൻ കൂലിയൊക്കെ വാങ്ങിക്കുന്നില്ലേ, എന്നാൽ കണക്കിനെ പറ്റിയൊക്കെ നിശ്ചയം ഉണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ഇല്ല അങ്ങനെ എനിക്ക് കണക്കിനെ പറ്റി ഒരു നിശ്ചയമില്ല, ഞാൻ ആരോടും കൂലിയൊന്നും പറയാറില്ല, ആരെങ്കിലുമൊക്കെ തരും അത് വാങ്ങിക്കും, അതിനപ്പുറം ഞാൻ കണക്ക് പറയാറില്ല, എനിക്ക് കണക്കിട്ട് അറിയത്തുമില്ല എന്ന് പറഞ്ഞു. കണക്ക് പറയത്തില്ല, തൻ്റെ ജീവിതം 75% വേസ്റ്റായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വഞ്ചി ഏതാണ്ട് പുഴയുടെ നടുഭാഗത്ത് ചെന്നിരുന്നു. പെട്ടെന്ന് ഒരു കാറ്റ്, അതിശക്തമായ ഒരു കാറ്റ് ആഞ്ഞു വീശി. വഞ്ചി മറിയുകയാണെന്ന് വള്ളക്കാരന് മനസ്സിലായി. വള്ളക്കാരൻ ഉടനെ പണ്ഡിതനോട് ചോദിച്ചു, അങ്ങുന്ന നീന്തലിനെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ചു. അന്നേരം പണ്ഡിതൻ പറഞ്ഞു, അയ്യോ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം വള്ളക്കാരൻ പറഞ്ഞു, എങ്കിൽ അങ്ങുന്നതിൻ്റെ ജീവിതം 100% വേസ്റ്റായി പോയി, ഞാൻ നീന്തി രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞു. വള്ളക്കാരൻ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു, പണ്ഡിതൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. അന്നേരം ഭാഗ്യമായ അറിവുകൾ കൊണ്ട് നമ്മൾ ആരും കൂടുതൽ കേമത്തം കളിക്കാതിരിക്കുക, എല്ലാവരെയും പരിഗണിക്കുവാനുള്ള മനസ്ഥിതി ഉണ്ടായാൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഒരു മനുഷ്യൻ അവൻ്റെ കഴിവിൻ്റെ 10% പോലും ഉപയോഗിക്കുന്നില്ല. നമ്മളെല്ലാം ഒത്തിരി കഴിവുകളുണ്ടെന്നേ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഓരോരുത്തരും. അപാരമായ കഴിവുകളാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ 10% പോലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയോടെ 5-6% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഒരു ബിലോ ആവറേജ് വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി 1% ഞാൻ കൂട്ടിക്കഴിഞ്ഞപ്പം ലോക റെക്കോർഡ് നേടുവാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയുടെ 12-13% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് തലത്തിലാണോ അതിനേക്കാളും വളരെ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തപ്പെടാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ലോകത്തിൽ നേട്ടങ്ങൾ നേടിയ ആർക്കും കൊമ്പൊന്നുമില്ല. നമ്മളെപ്പോലെ ഒരു സാധാ വ്യക്തിത്വം മാത്രമാണ് എല്ലാവരും. പിന്നെ അവന് സാധിക്കുമെങ്കിൽ, ഇത് പറഞ്ഞപ്പം ഞാൻ ഓർക്കായിരുന്നു, പ്രസംഗത്തിന് ലോക റെക്കോർഡ് നേടുവാനുള്ള അറ്റംപ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പലരെയും കണ്ട് അനുഗ്രഹം വയ്ക്കാൻ വേണ്ടി ഞാൻ പോയി. ആദരണീയനായ കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെ ഒരിക്കലും അനുഗ്രഹം വയ്ക്കാൻ വേണ്ടി ചെന്നു. ഇങ്ങനെ 77 മണിക്കൂർ 4 പകലും 3 രാത്രിയും ഒരുപോലെ കണ്ണടയ്ക്കാതെ, ഒരു റെഫറൻസ് ഇല്ലാതെ, റിപ്പീറ്റേഷൻ ഇല്ലാതെ പ്രസംഗിച്ച് ലോക റെക്കോർഡ് നേടുവാനുള്ള ശ്രമത്തിലേക്ക് ഞാൻ പോവുകയാണ്, പിതാവെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പം പിതാവ് ഞെട്ടിപ്പോയി. 77 മണിക്കൂർ പ്രസംഗിക്കാനോ? ബിനുവെന്തീ പറയുന്നത്? എങ്ങനെ 77 മണിക്കൂർ പ്രസംഗിക്കുന്നത്? അത് 4 പകലും 3 രാത്രി ഉറങ്ങാതെ ഒരുപോലെ കണ്ണടയ്ക്കാതെ എങ്ങനെ അത് സാധിക്കും? അത് ഇമ്പോസിബിൾ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഒരു അരമണിക്കൂർ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, അതിന് എന്തെല്ലാം ഒരുക്കം വേണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അന്നേരം 77 മണിക്കൂറോ, അതെങ്ങനെ സാധിക്കും ബിനു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, പിതാവേ 2 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന്. അപ്പം പിതാവ് ചോദിച്ചു, അത് 2 മണിക്കൂറേ ഉള്ളൂ, പിന്നെ 77 മണിക്കൂർ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, പിതാവ് എനിക്ക് മുമ്പ് ലോക റെക്കോർഡ് ഇട്ടിരിക്കുന്നയാൾ 75 മണിക്കൂറാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അങ്ങേർക്ക് കൊമ്പുണ്ടോ? അങ്ങനെ എന്നെപ്പോലെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അത് സാധിക്കുമെങ്കിൽ പിന്നെ എത്ര മണിക്കൂർ ഞാൻ കൂടുതൽ പ്രസംഗിക്കണം? 2 മണിക്കൂർ കൂടുതൽ പ്രസംഗിച്ചാൽ മതി. എന്തുകൊണ്ട് എനിക്ക് സാധിക്കത്തില്ല പിതാവേ എന്നൊരു ചോദ്യമായിരുന്നു ഞാൻ പിതാവിനോട് ചോദിച്ചത്. പിതാവ് എന്നെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, ഈ ഒരു കാഴ്ചപ്പാടായിരിക്കണം നമുക്ക് വേണ്ടത്, നമ്മുടെ സമൂഹത്തിന് വേണ്ടത്, യുവതലമുറയ്ക്ക് വേണ്ടത്. പിന്നെ പിതാവ് ചെല്ലുന്നിടത്തൊക്കെ ഈ കാര്യം കോട്ട് ചെയ്ത് പറയുമായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന യുവതലമുറയോടും എനിക്കും പറയുവാനുള്ളത്, അവന് സാധിക്കുമെങ്കിൽ, അവൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്നു? ആ ലക്ഷ്യം സാധിച്ച പലരും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ.
അവർക്ക് നിങ്ങളെക്കാൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. അതിന് തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മളെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും കൈപിടിച്ച് ഉയർത്തുകയും അല്ലെങ്കിൽ താഴേക്ക് വലിച്ചിടുകയും ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും എപ്പോഴും വേണ്ടത് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു മനഃശക്തിയാണ് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ട് വേണ്ടത്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെ പ്രവേശിക്കാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കോൺഫിഡൻസ് ലെവൽ, ആ മനഃശക്തിയൊക്കെ മെഷർ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ള പരീക്ഷണത്തിന് പല മെത്തേഡുകളും പല സ്ഥാപനങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഒരിക്കൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു വിദേശ കമ്പനിയുടെ കേരളത്തിൻ്റെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരിക്കൽ ഹൈദരാബാദിലുള്ള രാമോജി ഫിലിം സിറ്റിയിൽ ഞങ്ങൾക്ക് ഈ ഇന്ത്യയിലുള്ള ഇതുപോലുള്ള ട്രെയിനേഴ്സിനെല്ലാം വേണ്ടിയുള്ള ഒരു ഹയർ ട്രെയിനിങ് പ്രോഗ്രാം രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 120 ആൾക്കാർ ആണ് ഇന്ത്യയിൽ നിന്നും ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 10 പേരെ ഹയർ ട്രെയിനിങ്ങിന് വേണ്ടി വിദേശത്തേക്ക് അയക്കും. എല്ലാവരും രാമോജി ഫിലിം സിറ്റിയിൽ എത്തി. വൈകിട്ട് 5 മണിയായപ്പം ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും അസംബ്ലി ചെയ്യാൻ പറഞ്ഞിരുന്നു. 5 മണിയായപ്പം എല്ലാവരും എത്തി. കമ്പനിയുടെ ഡയറക്ടറെ എല്ലാവരെയും വെൽക്കം ചെയ്തതിന് ശേഷം ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് നടത്തണം എന്ന്. ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് കേട്ട് അറിവല്ലാണ്ട് കണ്ടറിവല്ലാണ്ട് അതിനപ്പുറം ഒന്നും അറിയത്തില്ല. പക്ഷേ അവിടെ അറിയത്തില്ല എന്നും പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. അവിടെ ഞാനും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. 1 പാട്ടിട്ടു, 2 പാട്ടിട്ടു, 3 പാട്ടിട്ടു. ഡാൻസ് പാട്ട് നിർത്തുന്നില്ല. ഡാൻസ് ഇങ്ങനെ ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമുക്ക് വേണ്ടത് ഒരു വി ആർ ബോൺ വിത്ത് 5 സെൻസ്, ബട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ ഹസ് 1 മോർ സെൻസ്. അതാണ് കോമൺ സെൻസ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അന്നേരം തീർച്ചയായിട്ടും ആ കോമൺ സെൻസ് നമുക്ക് അവിടെ വർക്കൗട്ട് ചെയ്തു. ഞാൻ ചിന്തിച്ചു, ഈ ഡാൻസിൽ നിന്നും എന്തെങ്കിലും അവർ നമ്മളെ പരീക്ഷിക്കുന്നുണ്ടായിരിക്കാം എന്നൊരു ചിന്ത എനിക്ക് വന്നു. ഞാൻ പതുക്കെ എൻ്റെ ഡാൻസിൻ്റെ എഫേർട്ട് കുറയ്ക്കാൻ തുടങ്ങി. പലരും ഭയങ്കര ഡാൻസാണ്. ഈ വലിയ ആക്ഷൻ എടുത്ത് ഡാൻസ് ചെയ്തവരൊക്കെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വലിക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടലും വലിക്കലും തുടങ്ങി. അവർ പതുക്കെ കുറേ ഓരോരുത്തരായിട്ട് അങ്ങ് പിൻവാങ്ങി ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഒരു പകുതി പേരോളം പിൻവാങ്ങി. ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 1/4 ആൾക്കാരും കാലിയായി. പിന്നെ ഇങ്ങനെ പോയി ഒരു 1 മണിക്കൂറോളമൊക്കെ കഴിഞ്ഞപ്പോഴും പാട്ട് നടക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പം അപ്പോഴും ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ വലിയ സ്ട്രെയിൻ എടുക്കാതെയാണ് ഞാൻ ചെയ്യുന്നത്. വലിയ സ്ട്രെയിൻ എടുത്ത ആൾക്കാരൊക്കെ ഔട്ടായി പോയി. ഏതാണ്ട് 1 മണിക്കൂറോളം ആയപ്പോഴത്തേന് ഏതാണ്ട് 5-8 പേര് മാത്രം അവശേഷിച്ചു. അപ്പോഴത്തേക്കും ഞാൻ നല്ല ആക്റ്റീവായി ഏതായാലും കുറേ സമയം കഴിയുമ്പോൾ ഓരോരുത്തരോട് ഔട്ടായി. അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും അവർ നടത്തിയ ഒരു പരീക്ഷണമാണ്. നിങ്ങളെ ഒരു കാര്യത്തിന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ എടുത്തിയാട്ടം മാത്രമേ ഉള്ളൂ, അതോ ബുദ്ധിപൂർവമായി ഓരോ ചുവടുകളും വെച്ച് അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നവരാണോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു അതേ. അല്ലാതെ ഡാൻസിൻ്റെ നമ്മുടെ ഡാൻസിൻ്റെ മാധുര്യം നോക്കുവാൻ വേണ്ടിയുള്ള പരീക്ഷണമല്ലായിരുന്നു അത്. അതിന് ഇമാതിരിയുള്ള പല പരീക്ഷണങ്ങളും വരുമ്പം അവിടെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആ സാഹചര്യങ്ങളെ വിലയിരുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കണം. തീർച്ചയായിട്ടും ആ വിദേശത്തേക്ക് പോകാനുള്ള സെലക്ഷനിൽ എനിക്കും പിന്നെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് വിദേശത്തേക്ക് ട്രെയിനിങ്ങിൽ പോകുവാനായി സ്റ്റീഫൻ കോവിയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകുവാനും എനിക്ക് അവസരം ലഭിച്ചു. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിരുന്നു, അനുഭവമായിരുന്നു ആ ട്രെയിനിങ് പ്രോഗ്രാം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കണം. തൊഴിൽ മേഖലയിൽ
വൻ മാറ്റങ്ങൾ ആണ് വരുവാൻ പോകുന്നത്. 4ാം വ്യവസായ വിപ്ലവത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഒരു തൊഴിൽ കിട്ടണമെങ്കിൽ ആ തൊഴിൽ ദാതാവ് നോക്കുന്നത് നമ്മുടെ കാര്യപ്രാപ്തിയാണ്. അല്ലാണ്ട് നമ്മൾ പഠിച്ച വിഷയങ്ങൾക്കെല്ലാം റാങ്ക് നേടിയോ എന്നല്ല നോക്കുന്നത്. അവനെ അല്ലെങ്കിൽ അവളിനെ ഒരു വിഷയം ഏൽപ്പിച്ചാൽ, ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും, അതാണ് അവിടെ മെഷർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയരുവാൻ നമ്മുടെ പഠനത്തിൽ മാർക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്, മാർക്കിനോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, സൈമൾട്ടേനിയസ്ലി നല്ല ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി ആയി മാറുവാൻ നമുക്ക് സാധിക്കണം. അതിന് പലതരത്തിലുള്ള ഇതുമാതിരിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുമ്പം അതൊക്കെ പക്ഷേ അതിനുള്ള വേണ്ട പരിശീലനങ്ങളൊന്നും നമ്മുടെ കലാലയത്തിൽ നിന്ന് കൊടുക്കുന്നില്ല. അവർ കുറേ വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ ഒരു തൊഴിൽ നേടിയെടുക്കാം, എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ ഈ തലമുറയെ പഠിപ്പിക്കാതെ അവരെ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാതാണ് പലപ്പോഴും ഓരോ ടെസ്റ്റുകൾക്ക് എത്തപ്പെടുകയും അത് അമ്പയെ പരാജയപ്പെട്ട് തിരിച്ചു പോരുകയും ചെയ്യുന്നത്. അന്നേരം തീർച്ചയായിട്ടും കാര്യപ്രാപ്തി ഉള്ളവർക്ക് ജീവിതത്തിൽ ഇനി വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കത്തുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി നമ്മളെ കാര്യപ്രാപ്തിയുള്ള വളരെ കർമ്മശേഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.